എന്താണ് ഗൂഗിൾ ഷീറ്റ്സിലെ ലെഫ്റ്റ് ഫംഗ്ഷൻ അഥവാ ലെഫ്റ്റ് ഫോർമുല? ലെഫ്റ്റ് ഫംഗ്ഷന്റെ 2 പ്രാക്ടിക്കൽ യൂസസ്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിൻ്റെ, അതായത് ഒരു ടെക്സ്റ്റിൻ്റെയോ നമ്പറിൻ്റെയോ ഇടതുവശത്ത് നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ളത്ര എണ്ണം ക്യാരക്ടേഴ്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് ഗൂഗിൾ ഷീറ്റ്സിലെ ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ കാണുന്ന ആൽഫാന്യൂമറിക് കോഡിലെ ആദ്യത്തെ 4 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട്, അഥവാ ഈ ആൽഫാന്യൂമറിക് കോഡിൻ്റെ ഇടതുവശത്ത് നിന്ന് 4 ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ലെഫ്റ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, ലെഫ്റ്റ് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സ്ട്രിങ്. ഇവിടെ ഏത് ടെക്സ്റ്റിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് നമ്പറിൽ നിന്നാണോ ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് സ്ട്രിങ് ഉപയോഗിക്കുക. അതായത് ആൽഫാന്യൂമറിക് കോഡ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഈ ടെക്സ്റ്റ് സ്ട്രിങ്ങിൽ നിന്ന് എത്ര ക്യാരക്ടേഴ്സാണോ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് ആ സംഖ്യ ഇവിടെ ഉപയോഗിക്കുക. നമുക്കിവിടെ ഈ ആൽഫാന്യൂമറിക് കോഡിലെ ആദ്യത്തെ 4 ക്യാരക്ടേഴ്സാണ് വേണ്ടത്. 4, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ ആൽഫാന്യൂമറിക് കോഡിലെ ആദ്യത്തെ 4 ക്യാരക്ടേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നാൽ കാണാം. ഇനി ആദ്യത്തെ 3 ക്യാരക്ടേഴ്സാണ് വേണ്ടതെങ്കിൽ 4ന് പകരം 3, എൻ്റർ. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കുക, ഈ ടെക്സ്റ്റ് സ്ട്രിങ്ങുകളിൽ നിന്ന് ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ് അടുത്ത കോളത്തിലേക്ക് വന്നാൽ കാണാം. ഇനി ലെഫ്റ്റ് ഫംഗ്ഷൻ്റെ 2 പ്രാക്ടിക്കൽ യൂസ് കൂടി. ഈ കാണുന്ന പേരുകളിൽ നിന്ന് ഫസ്റ്റ് നെയിം മാത്രമായിട്ട് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇങ്ങോട്ടേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഫോർമുല എഴുതുന്നതിന് മുന്നായിട്ട് ഇതിനുപയോഗിക്കുന്ന ലോജിക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെയുള്ള പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും ഇടയിൽ ഒരു സ്പേസ് കാണാം. ഈ സ്പേസ് ഓരോന്നിൻ്റെയും പൊസിഷൻ കണ്ടെത്തി ആ പൊസിഷൻ ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി നമ്മൾ ലെഫ്റ്റ് ഫംഗ്ഷൻ്റെയും ഫൈൻഡ് ഫംഗ്ഷൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഉപയോഗിക്കുക. ഈ കാണുന്ന പേരിൽ നിന്ന് ഫസ്റ്റ് നെയിം മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈക്വൽ ലെഫ്റ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സ്ട്രിങ്, പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഇവിടെ ഈ പേരിനിടയിലുള്ള സ്പേസിൻ്റെ പൊസിഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ സ്പേസിൻ്റെ പൊസിഷൻ കണ്ടെത്താനായിട്ട് ഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഫൈൻഡ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫൈൻഡ് ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സെർച്ച് ഫോർ, സ്പേസിൻ്റെ പൊസിഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് സ്പേസ് ഡബിൾ കോട്ട്സ്, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് ടെക്സ്റ്റ് ടു സെർച്ച്. ഈ സ്പേസിനെ എവിടെയാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് സ്ട്രിങ് ഇവിടെ ഉപയോഗിക്കുക. പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി, എൻ്റർ. നോക്കുക, ഈ പേരിൽ നിന്ന് ഫസ്റ്റ് നെയിം മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടി. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. എല്ലാ പേരുകളിൽ നിന്നും ഫസ്റ്റ് നെയിം മാത്രമായിട്ട് അടുത്ത കോളത്തിലേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യപ്പെട്ടു. മറ്റൊരു ഉദാഹരണം കൂടി. ഇന്ത്യയിലെ ചില നഗരങ്ങൾക്കിടയിലുള്ള ദൂരമാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് കിലോമീറ്ററിലാണ്. ഇനി നമ്മളുടെ ആവശ്യം ഇതാണ്, കിലോമീറ്ററിലുള്ള ഡിസ്റ്റൻസിനെ മൈൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോമീറ്ററിനെ 0.621 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈൽസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇതാണ്, ഈ കോളത്തിലുള്ള വാല്യൂസ് നമ്പേഴ്സ് അല്ല, മറിച്ച് നമ്പറിൻ്റെയും ടെക്സ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. നമുക്കറിയാം, ഒരു ടെക്സ്റ്റിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫോർമുല വാല്യൂ എറർ ആകും റിട്ടേൺ ചെയ്യുക. ഉദാഹരണത്തിന് 210 കിലോമീറ്ററിനെ 0.621 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈക്വൽ മൾട്ടിപ്ലൈഡ് ബൈ 0.621, എൻ്റർ. നോക്കുക, ഫോർമുല വാല്യൂ എററാണ് റിട്ടേൺ ചെയ്തത്. 210 കിലോമീറ്റർ ഇസ് എ ടെക്സ്റ്റ് ആൻഡ് കനോട്ട് ബി കോസ്ഡ് ഇൻ ടു എ നമ്പർ. ഇനി ഈ ഡേറ്റയിൽ നിന്ന് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സംഖ്യകൾ മാത്രമായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്ത് അവയെ മൈൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ലെഫ്റ്റ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് സ്ട്രിങ്, ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഈ കോളത്തിലെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വാല്യൂസിൻ്റെയും അവസാനത്തെ 3 ക്യാരക്ടേഴ്സ് സെയിം ആണ്, സ്പേസ് KM. സോ ഈ ഓരോ ടെക്സ്റ്റിൻ്റെയും ടോട്ടൽ ലെങ്ത് കണ്ടെത്തി അവയിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിലെ സംഖ്യകളുടെ കൗണ്ട് കിട്ടും. ശേഷം ആ കൗണ്ട് ലെഫ്റ്റ് ഫംഗ്ഷനുള്ളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ ടെക്സ്റ്റിലുമുള്ള അക്കങ്ങൾ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ടെക്സ്റ്റിൻ്റെ ലെങ്ത് കണ്ടെത്താനായിട്ട് ലെൻ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക,
ടെക്സ്റ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൈനസ് നമുക്ക് ആവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുക 3, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഈ ടെക്സ്റ്റിലെ അക്കങ്ങൾ മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെയുള്ള ഡേറ്റ ഈ സെല്ലുകളുടെ ഇടതുവശത്തേക്കാണ് അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഈ ഡേറ്റ ടെക്സ്റ്റ് ആണെന്നുള്ളതാണ്. ഇനി ടെക്സ്റ്റിനെ നമ്പേഴ്സായിട്ട് മാറ്റാനായിട്ട് ഫോർമുലയിൽ വാല്യൂ ഫംഗ്ഷൻ ഉപയോഗിക്കുക. വാല്യൂ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ സെല്ലിലെ ഡേറ്റ സെല്ലിൻ്റെ വലതുവശത്തേക്ക് അലൈൻ ചെയ്യപ്പെട്ടു. അതായത് ഇപ്പോൾ ഈ സെല്ലിലുള്ളത് സംഖ്യയാണ്. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇനി കിലോമീറ്ററുള്ള ദൂരത്തിനെ മൈൽസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സംഖ്യകളെ 0.621 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈക്വൽ 210 മൾട്ടിപ്ലൈഡ് ബൈ 0.621, എൻ്റർ. ഇനി ഫോർമുല താഴെ കോപ്പി ചെയ്യും. ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഇടതുവശത്ത് നിന്ന് ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് പോലെ വലതുവശത്ത് നിന്ന് ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യാനാണ് റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ഷീറ്റ്സിലെ റൈറ്റ് ഫംഗ്ഷനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.